നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ എഫിഷ്യൻസി നല്ലോണം കൂട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ മാറ്റി കിട്ടും. പഠനം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടായിട്ട് തോന്നാതെ നല്ല രസകരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ മാർക്ക് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, പലർക്കുള്ളൊരു മിസ്കോൺസെപ്ഷൻ ആണ് കുറേ നേരം ഇരുന്ന് പഠിച്ചാലാണ് നല്ല മാർക്ക് കിട്ടുക എന്നുള്ളത്. അതിൽ ശരിക്കും പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. അതായത് കുറേ നേരം ഒരേ ടോപ്പിക് തന്നെ അല്ലെങ്കിൽ ഒരേ സബ്ജക്റ്റ് തന്നെ ഇരുന്ന് പഠിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഇങ്ങനെ ഒരേ സാധനം തന്നെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ സ്ട്രെച്ചിന് ഇരുന്ന് പഠിക്കാതെ ഇങ്ങനെ കറക്റ്റ് ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കാം. അതായത് ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് പഠിക്കുക, എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്, then അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് പഠിക്കുക, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്, അങ്ങനെ എന്ത് ചെയ്യണം? ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം നമ്മൾ ഒരേ സബ്ജക്റ്റ് തന്നെ പഠിച്ചിരിക്കാതെ എന്ത് ചെയ്യണം? വേറെ സബ്ജക്റ്റുകൾ പഠിക്കണം. ഓക്കെ, എന്നാലാണ് നമുക്ക് നല്ലോണം വേഗം നമുക്ക് ഗ്രാസ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരേ സാധനം തന്നെ കുറേ നേരം ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ നമ്മുടെ സമയം വെറുതെ പോയി കിട്ടുന്നല്ലാതെ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ പഠനത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പലർക്കും ഒരു ശീലമാണ് കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ ബയോളജി അല്ലെങ്കിൽ അങ്ങനത്തെ ബേസിക് സയൻസ് അങ്ങനെയുള്ള കുറച്ച് സബ്ജക്റ്റുകളാണ് കാണാപ്പാഠം പഠിക്കൽ കുറച്ച് കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യണം? ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ നോക്കുമ്പോഴേക്കും എല്ലാം അത് മറന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. നമ്മൾ എല്ലാം അത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്, എന്ത് പഠിക്കുമ്പോഴായാലും. ഓക്കെ, ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സുകളൊക്കെ വെച്ച് നമുക്ക് ഓർമ്മിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കോഡുകളോ അല്ലെങ്കിൽ ട്രിക്കുകളൊക്കെ വെച്ച് പഠിക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും വളരെയധികം നമുക്ക് എന്താ പറയുക, നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിക്കാം. അപ്പൊ അങ്ങനെയുള്ള രീതികളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് റിവിഷൻ. പലരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പഠിച്ചു പോകും. ഓരോ ദിവസം അന്നന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ പഠിച്ചു പോകാന്നല്ലാതെ അതൊരിക്കലും റിവിഷൻ ചെയ്യലുണ്ടാവില്ല. അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത്രയും നാള് കഷ്ടപ്പെട്ടത് മൊത്തം വേസ്റ്റ് ആയി പോകും അല്ലേ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ അനുഭവം ഉണ്ടായിരിക്കില്ലേ, നമ്മൾ ലാസ്റ്റ് എക്സാമിന്റെ സമയത്ത് ഒന്നും ഓർമ്മയില്ലാതെ ടെൻഷൻ അടിച്ച് പഠിച്ചവരായിരിക്കും നമ്മൾ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കരുത്. എന്ത് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ വീക്കെൻഡിലും എന്ത് ചെയ്യുക? നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ആ ഒരു ആഴ്ചയിൽ എന്തൊക്കെയാ പഠിച്ചത് അതൊക്കെ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമുക്കിനിപ്പോൾ ഓരോ എക്സാംസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഓണം എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ എന്ത് ചെയ്യുക? അതുവരെ പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ വേഗം ആ ഒരു എക്സാമിന് മുന്നേ തന്നെ ഓണം എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ റിവിഷൻ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തണം. ഓക്കെ, പിന്നെ അടുത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടൈം ടേബിൾ ആണ്. ഒരിക്കലും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പഠിക്കരുത്. ഓക്കെ, നമ്മൾ എന്ത് പഠിക്കുമ്പോഴും എന്ത് ചെയ്യണം? ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് തലേ ദിവസം തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പഠിച്ചെടുക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ പക്ക ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാത്ത സബ്ജക്റ്റുകൾ, ഏതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ എൻ്റെ കുട്ടികൾക്ക് നല്ല ഐഡിയ ഉണ്ടായിരിക്കും. എക്സാമിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു തീർന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതിനി നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിൽ ഒത്തിരി ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്, ഒത്തിരി വീഡിയോസ് ഉണ്ട്, ഒത്തിരി ഷോർട്സ് ഉണ്ട്. ഇതെല്ലാതും മിസ്സാക്കാതെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഒരൊറ്റ ലൈവ് പോലും മിസ്സാക്കരുത്. പിന്നെ ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ഒരു പ്രോപ്പർ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണം. ഇപ്പോൾ മിസ് പറഞ്ഞ പോലെ ഇപ്പോൾ ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് വേണം. നമ്മളെപ്പോഴും പഠിക്കുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് വേണം. ഇത്തവണത്തെ ഓണം എക്സാം ഒക്കെ നല്ല മാർക്കോടെ പാസ്സാവണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ബാച്ചുണ്ട്. അതാണ് നമ്മുടെ സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഇപ്പോഴും സാധിക്കും. അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കുള്ള ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി എല്ലാതും സെറ്റ് ആയിരിക്കും നമ്മുടെ ആപ്പിൽ. അപ്പോൾ എല്ലാതും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടിപൊളിയായിട്ട് ഇനി പഠിക്കുക. അപ്പോൾ മിസ് ഇപ്പോൾ പറഞ്ഞതിനുള്ള മിസ്റ്റേക്കുകളൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുമെന്നാണെന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ ഇനി മുതൽ ഇത്തവണ നമ്മുടെ ഓണം എക്സാമിലെ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഇത്തവണ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ റെഡി മിസ് എന്ന് എന്ത് ചെയ്യുക? താഴെ കമൻറ്റ്.